അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ റിള, അവൻ്റെ തൃപ്തി, അവൻ്റെ പ്രീതി എങ്ങനെ നേടാൻ കഴിയും എന്ന കാര്യമാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ നാം ചർച്ച ചെയ്തത്. അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ സ്നേഹം അഥവാ ഹുബ്ബുള്ള. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുവാൻ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവപ്പെടാൻ, അത് തിരിച്ചറിയാൻ എന്താണ് മാർഗം എന്നതിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ നാം ഉദ്ദേശിക്കുന്നത്. സ്നേഹം ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. നമ്മെ സ്നേഹിക്കുന്നവരുണ്ടാകണം എന്ന് കൊതിക്കുന്നവരാണ് നാം എല്ലാവരും. ആ സ്നേഹം തേടിയുള്ള യാത്രയാണ്, അലച്ചിലാണ് സത്യത്തിൽ നമ്മുടെ ജീവിതം. കേൾക്കുന്ന ഓരോ വാക്കും അതിൽ സ്നേഹമുണ്ടോ എന്ന് നാം പരിശോധിക്കുന്നു. ഓരോ നോക്കും ഓരോ നോട്ടവും അത് സ്നേഹം നിറഞ്ഞതാണോ എന്ന് നാം നോക്കുന്നു. ഓരോ കർമ്മവും, ഒരു ചിരി, അതിൽ സ്നേഹം ഉണ്ടോ, കാപട്യമാണോ ആ ചിരിയിലുള്ളത്, എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണോ അത്, തുടങ്ങി ഓരോ ചലനങ്ങളും നാം നോക്കുകയാണ്. സ്നേഹമുള്ളതാണോ, സ്നേഹം പൊതിഞ്ഞിട്ടുണ്ടോ, അതിലൊക്കെ സ്നേഹമാണോ ഉള്ളത് എന്ന് നാം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നിരാശ മാത്രമാണ് ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായ സ്നേഹം ഉള്ളവർ അപൂർവം, വളരെ കുറവ് എന്ന ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. പങ്കാളികളിൽ നിന്ന്, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന്, അതേപോലെ കുടുംബത്തിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ചങ്ങാതിമാരിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന് തുടങ്ങി ഓരോ രംഗത്തു നിന്നും കിട്ടേണ്ട സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് തരുന്നത് എന്ന ഒരു തോന്നൽ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അസന്തുഷ്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബഹുഭൂരിഭാഗം മനുഷ്യരും. എന്താണ് പരിഹാരം? ഒരു ഹക്ക്, ഒരു യാഥാർത്ഥ്യം നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ കഴിയണം. അതായത് ഒരാളെ സ്നേഹിപ്പിക്കാനുള്ള മാർഗം നമ്മുടെ പക്കലില്ല. സ്നേഹം ചോദിച്ചു വാങ്ങാനും കഴിയില്ല. അത് ഒരു ഹൃദയ വികാരമാണ്. ആ വികാരമുള്ളവനിൽ നിന്ന് മാത്രമേ അത് പ്രകടിപ്പിക്കപ്പെടുകയുള്ളൂ. അല്ലാത്തവന് സ്നേഹം കൊടുക്കാൻ കഴിയില്ല. ഇതൊരു വസ്തുതയാണ്. അപ്പോൾ പിന്നെ എന്തുണ്ട് പരിഹാരം? എങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് സന്തുഷ്ടിയിലേക്ക്, സന്തോഷത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നതാണ് നാം പരിശോധിക്കുന്നത്. അതാണ് ഈ വിഷയത്തിൻ്റെ മർമ്മവും. അള്ളാഹുവിനെ അറിയുക. ആരാണ് അള്ളാഹു എന്ന് അറിയാൻ നമുക്ക് കഴിയുന്നതിലൂടെ മാത്രമേ സ്നേഹത്തിൻ്റെ കുത്തൊഴുക്ക് നമ്മിലൂടെ സംഭവിക്കുകയുള്ളൂ. അതാണ് നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം അള്ളാഹുവിനെ പറ്റി കേട്ടിട്ടുണ്ട്. അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, നരകം ഒരുക്കി വച്ചവനാണ്, അതിൽ ചുട്ടരിയിക്കുന്നവനാണ് എന്നൊക്കെ അവൻ്റെ കർമ്മങ്ങളെപ്പറ്റി, ചില കർമ്മങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്. ആകെ കൂടി അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് നമ്മൾ കേട്ടതും അള്ളാഹുവിനെ പറ്റിയുള്ള അറിവായിട്ട് നമുക്ക് ഉള്ളത്. മിക്ക പ്രസംഗങ്ങളിലും നിയലിച്ചു നിൽക്കുന്നതും മുഴച്ചു നിൽക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ അള്ളാഹു സ്നേഹിക്കുന്നവനാണ് എന്ന അവൻ്റെ നാമം. അവൻ്റെ എല്ലാ കർമ്മങ്ങളും അവൻ്റെ നാമങ്ങളല്ല. അതായത് കോപിക്കുന്നവൻ എന്നൊരു നാമം അള്ളാഹ്ക്കില്ല. മുഗ്ദിബ്, കോപിക്കുന്നവൻ. അവൻ്റെ കർമ്മമുണ്ട്. ആ കർമ്മം അവൻ്റെ ഖദർ അനുസരിച്ച്, അവൻ നിശ്ചയിച്ച വിധി അനുസരിച്ച് സംഭവിക്കുന്നതാണ്.
എന്നാൽ അവന് അങ്ങനെ ഒരു നാമം അവൻ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹു സ്വീകരിച്ച നാമങ്ങൾ അവൻ്റെ സ്നേഹവുമായി ബന്ധപ്പെട്ട, കാരുണ്യവുമായി ബന്ധപ്പെട്ട നാമങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ഒരു നാമം വദൂദ്. എന്താ വദൂദ് എന്ന് പറഞ്ഞാൽ സ്നേഹസമ്പന്നൻ. ബുദ്ധ് എന്ന് പറഞ്ഞാൽ അളവറ്റ സ്നേഹമുള്ളവൻ, അനുരാഗമുള്ളവൻ എന്നൊക്കെയാണ് അതിന് ഡിക്ഷണറിയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വല്ലാഹു വഫൂറുൻ വദൂദ്, നാം സൂറത്ത് അൽ ബുറൂജിൽ, നമ്മളൊക്കെ ചെറിയ സൂറത്താണ്, നമ്മൾ പഠിച്ച സൂറത്തായിരിക്കും. വല്ലാഹു വഹുവൽ വഫൂറുൽ വദൂദ്, അവൻ അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും സ്നേഹമുള്ളവനുമാണ്, ദയയുള്ളവനുമാണ്. വദൂദാണ്, സ്നേഹസമ്പന്നനാണ്. അഥവാ അവനോളം ഈ ഭൂമിയിൽ ആരും സ്നേഹിക്കുന്നവനില്ല. ഏറ്റവും കൂടുതൽ അവന്റെ സൃഷ്ടികളോട് സ്നേഹമുള്ളവൻ അള്ളാഹു ആകുന്നു. അതുകൊണ്ടാണ് വദൂദ്, ഏറ്റവും സ്നേഹിക്കുന്നവൻ എന്ന നാമം അവൻ സ്വീകരിച്ചത്. പക്ഷേ നമുക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഒരു ഉദാഹരണം പോലും പറയാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ ആ ബുദ്ധിന് ഒരു ഉദാഹരണം, ഇന്ന സൃഷ്ടിയെപ്പോലെ, ഇന്നയാളെപ്പോലെ എന്ന് പോലും പറയാൻ കഴിയാത്ത അത്രയും ഉന്നതമായ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും വലിയ സ്നേഹമാണ് അള്ളാഹുവിനുള്ളത്. അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം എന്ന് പറയുമ്പോൾ അതവൻ്റെ സ്വഭാവമാണ്. അവൻ സ്വീകരിച്ച അവൻ്റെ നാമമാണ് അവൻ്റെ സ്വഭാവം. നാം അത് മുമ്പ് അവൻ്റെ നാമങ്ങളെപ്പറ്റി വിവരിച്ചപ്പോൾ പഠിച്ചതാണ്, അറിഞ്ഞതാണ്. അതേപോലെ തന്നെയാണ് റഊഫ്. എന്താണ് റഊഫ് എന്ന് പറഞ്ഞാൽ? അങ്ങേയറ്റത്തെ കനിവുള്ളവൻ, റഅഫത്തുള്ളവൻ, ദയയുള്ളവൻ, കൃപയുള്ളവൻ, അതേ അനുകമ്പ നിറഞ്ഞവൻ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു നാമമാണ് പിന്നെ റഊഫ് എന്ന പദത്തിലുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. റബ്ബ് നേർക്കുനേരെ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളെ സംരക്ഷിക്കുന്നവൻ, നിങ്ങളെ സൃഷ്ടിച്ചവൻ അങ്ങേയറ്റത്തെ കനിവുള്ളവൻ, കൃപയുള്ളവൻ, അനുകമ്പയുള്ളവനാണ്. റഹീമുൻ, കരുണയുടെ നിധിശേഖരമാണവൻ, കാരുണ്യത്തിൻ്റെ നിധിയാണവൻ, കരുണ നിറഞ്ഞവനാണവൻ. അങ്ങനെയുള്ളവനാണ് അള്ളാഹു. റബ്ബ് അവൻ്റെ സൃഷ്ടികളോട് ആ സ്നേഹം കാണിക്കുന്നവനാണ്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ നിദാനങ്ങളാണ്. മറ്റൊരു വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സൂറത്ത് അൽ ബഖറ 143 വചനത്തിൽ പറയുന്നു, ഇന്നല്ലാഹ ബിന്നാസ്, തീർച്ചയായും അള്ളാഹു ജനങ്ങളോട്, എല്ലാ മനുഷ്യരോടും ലറഊഫുർ റഹീം, അങ്ങേയറ്റത്തെ കനിവും കൃപയുമുള്ളവനാണ്, റഹീമാണ്, കരുണാനിധിയാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു അവൻ്റെ അടിമകളോട്, അവൻ്റെ അടിമ എന്ന് പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ എൻ്റെ കുട്ടി, അത് എൻ്റെ കുട്ടിയാണ് എന്ന് പറയുമ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻറ്റിമേഷൻ, ഒരു അടുപ്പം, ഒരു സ്നേഹം അതിലുണ്ടല്ലോ, ഒരു കൃപ അതിലില്ലേ. അതേപോലെ എൻ്റെ അടിമ എന്ന് അള്ളാഹു, യാ ഇബാദി, എൻ്റെ അടിമ എന്ന് പറയുമ്പോൾ അതിൽ പോലും സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ആ അടിമകളോട് റഊഫാണവൻ, റഉഫത്തുള്ളവനാണവൻ, കനിവും അനുകമ്പയും ഉള്ളവനാണ്. റഹ്മാൻ എന്ന സിഫത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ സിഫത്താണ്, നാമമാണ് റഹ്മാൻ എന്നത്. പരമകാരുണികൻ, അങ്ങേയറ്റത്തെ കാരുണ്യം നിറഞ്ഞവൻ. ഹുവർ റഹ്മാനുർ റഹീം. ഫാത്തിഹ സൂറത്തിൽ അർ-റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാനിധിയും അങ്ങേയറ്റത്തെ കരുണ നിറഞ്ഞവൻ. ആരോടാണിത്? ഇത് പറയുന്ന നമ്മോട്, എന്നോട് കരുണ നിറഞ്ഞവൻ. അങ്ങനെയുള്ള അല്ലാഹു, റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും വിശാലമായി നിൽക്കുന്നു എൻ്റെ കാരുണ്യം. അള്ളാഹു പറയുകയാണ്, അങ്ങനെ കാരുണ്യം ചൊരിയുന്ന,
അത് കൃപയുള്ള, കനിവുള്ള, ദയയുള്ള, സ്നേഹമുള്ള, സ്നേഹസമ്പന്നനായ നാഥൻ. അതൊക്കെ അവന്റെ നാമങ്ങളായി അവൻ നമുക്ക് വിവരിച്ചു തരികയാണ്. ഇന്നല്ലാഹ്, അതേപോലെ തന്നെ ഇന്നല്ലാഹ ലഅഫുവ്വുൻ ഗഫൂർ, എന്തും മാപ്പാക്കി തരുന്നവൻ, എന്തും പൊറത്തു തരുന്നവൻ, വിട്ടു തരുന്നവൻ. ആരുടെ സിഫത്താണ് ഇതൊക്കെ? സ്നേഹമുള്ളവന്റെ, ദയയുള്ളവന്റെ, അനുകമ്പയുള്ളവന്റെ സിഫത്താണിതൊക്കെ. അങ്ങേയറ്റം മാപ്പാക്കുന്നവൻ. ഇതൊക്കെ ഈ പറഞ്ഞ എത്ര ഗുണങ്ങളുള്ള ഇതൊക്കെയും സ്നേഹത്തിന്റെ നിദാനങ്ങളാണ്. റബ്ബ് അവന്റെ സൃഷ്ടികളോട്, മനുഷ്യരായ നമ്മോട്, അവന്റെ സിഫത്തുകളാണ്, അവന്റെ ഗുണങ്ങളാണ്, നമ്മോട് കാണിക്കുന്ന, നമ്മോടുള്ള ഗുണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? സ്നേഹം എന്നത് വാക്കല്ല. ഞാൻ സ്നേഹിക്കുന്നു എന്ന വാക്കിൽ അല്ല സ്നേഹമുള്ളത്. അതൊരു അനുഭവമാണ്, വികാരമാണ്. ആ വികാരത്തിൽ, അനുഭവത്തിൽ അനുഭവിക്കുന്നതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഈ ഗുണങ്ങൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, ഇവനാണെൻ്റെ അള്ളാഹ്, ഇവനാണെൻ്റെ രക്ഷിതാവ്, ഈ അള്ളയാണ് എൻ്റെ രക്ഷിതാവ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ് ആ സ്നേഹം, ആ കാരുണ്യം, ആ അനുകമ്പ എല്ലാം. ആ നിമിഷം ആ ഒരു വിശ്വാസം നമ്മിൽ കടന്നു വരുന്നതോടുകൂടെ, അവന്റെ നാമങ്ങളിലുള്ള ഈ വിശ്വാസം രൂഢമൂലമാകുന്നതോടുകൂടെ ആ നിമിഷം നമ്മിലും ആ ഗുണങ്ങൾ നിറയും. ആ ഗുണങ്ങൾ നിറഞ്ഞവരാകും നമ്മൾ. നാം സ്നേഹമുള്ളവരാകും, സ്നേഹം നൽകുന്നവരാകും, കരുണയുള്ളവരാകും, കരുണ കാണിക്കുന്നവരാകും, കനിവുള്ളവരാകും, കനിവ് കൊടുക്കുന്നവരാകും, കൃപയുള്ളവരാകും, കൃപദാനം ചെയ്യുന്നവരാകും, വിട്ടുവീഴ്ചയുള്ളവരാകും, പുറത്തു കൊടുക്കുന്നവരാകും. ഈ ഗുണങ്ങളെല്ലാം നമ്മിൽ കടന്നു വരും. കാരണം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹു അത് ഇട്ടുതരും. നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്നേഹിപ്പിക്കാൻ കഴിയില്ല, ദയ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. ആ ഗുണങ്ങൾ അള്ളാഹു അവന്റെ സിഫത്തിനാൽ നമുക്ക് ഇട്ടുതരുന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ അത് നിക്ഷേപിക്കുന്നതാണ്. അങ്ങനെയുള്ള ഹൃദയത്തിന്റെ ഉടമകളായി നമുക്ക് മാറാൻ സാധിക്കുന്നു. ആ നിമിഷം എല്ലാം ഈ ഭൂമിയിൽ സർവ്വതും നമുക്ക് അനുകൂലമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാക്ക് തരുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, തീർച്ചയായും വിശ്വസിക്കുന്നവർ, അള്ളാഹുവിലുള്ള ഈ ഗുണങ്ങളിൽ, ഈ വിശേഷണങ്ങളിലെല്ലാം വിശ്വസിക്കുന്നവർ, ബോധ്യപ്പെടുന്നവർ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറുന്നവർ. സൽക്കർമ്മങ്ങൾ കുറെ വിവരിച്ചു വരുന്നു. ആ സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറുന്നവർ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദൻ, പരമകാരുണ്യകൻ അവരിൽ വുദ് നിശ്ചയിക്കും, ഉണ്ടാക്കും, സ്നേഹം ഉണ്ടാക്കും. അവർക്ക് സ്നേഹം പകർന്നു വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഈ ഗുണമുള്ളവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല, ഈ ഗുണമുള്ളവരെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. നാം പരിഗണിക്കപ്പെടുന്നവരാകും, സ്നേഹം ലഭിക്കുന്നവരുമാകും, സ്നേഹം പകർന്നു കൊടുക്കുന്നവരുമാകും. സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഏകപക്ഷീയമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നിന്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. ഏകപക്ഷീയമായ ഒന്നല്ല. ഒരു ഹദീസ് കൂടെ നാം ഒന്ന് കേൾക്കുക. മുത്തഫഖുൻ അലൈഹി ആ ഹദീസ്, ഇദാ ഹബ്ബ അബ്ദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ദഅ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ഫഖാല, എന്നിട്ട് അവൻ പറയും, ഇന്നി ഉഹിബ്ബു ഫുലാനൻ, ഞാൻ ഇന്ന ആളെ ഇഷ്ടപ്പെടുന്നു. ഫഅഹിബ്ബഹു, ജിബ്രീൽ ഇഷ്ടപ്പെടണം, ആ മനുഷ്യനെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ ഇഷ്ടപ്പെടും, ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. സുമ്മ യുനാദി ഫിസ്സമാ, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൽ അത് വിളംബരം ചെയ്യും. ഫയഖൂലു, ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു,
ഇന്നയാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാകണം. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, ആകാശത്തിലുള്ള സർവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും, ആ അടിമയെ ഇഷ്ടപ്പെടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പിന്നെ അത് ഭൂമിയിൽ സ്വീകാര്യ നൽകപ്പെടുന്ന ഒന്നായിത്തീരും. കബൂലിയത്ത് ഭൂമിയിലിട്ട് കൊടുക്കും. ഭൂമിയിലെ സർവ്വ ചരാചരങ്ങളും ആ അടിമക്ക് അനുകൂലമായി തീരും. ഒരാപത്തും വരാത്ത ഒരു ജീവിതം, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം, ആനന്ദം നിറഞ്ഞ ഒരു ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സമ്മാനിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക, അവൻ്റെ സ്നേഹം അറിയുക, അവനുമായി അടുക്കുക, എല്ലാം അവനോട് ചോദിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്കൃഷ്ടമായ ദാസന്മാരിൽ, സ്നേഹം പകരുന്ന ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.